ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അത് അവിടെ നിന്ന് എടുക്കണമെങ്കിലും അതിനെന്തെങ്കിലും തകരാർ സംഭവിച്ചത് പുതുക്കി പണിയണമെങ്കിലും എല്ലാം ഒന്ന് ദേവസ്വം ബെഞ്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ കോടതി ഉത്തരവുകളടക്കം നിലനിൽപ്പുണ്ട്. രണ്ടാമത്തേത്, അത് അങ്ങനെ ആരെങ്കിലും ഒരാൾ ഞാൻ സ്പോൺസർ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ അത് അപ്പാടെ ഇളക്കി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയിക്കോളൂ, അത് കഴിഞ്ഞ് തിരിച്ചേൽപ്പിച്ചാൽ മതി എന്ന നിലയ്ക്ക് ഇളക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൽ പോകുന്ന സമയത്ത് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂക്കം തിരിച്ചു വരുമ്പോൾ ഉണ്ടോ എന്നെങ്കിലും കൃത്യമായി പരിശോധിക്കേണ്ടതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. ആ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാളല്ല. ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്ന ആ ഒരു പ്രവൃത്തി വഴിപാടായി ഏറ്റെടുത്തൊരു സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഭക്തരുടെ മനസ്സിനകത്ത് ആശങ്ക ഉളവാക്കുന്ന നിലയിൽ പറയാൻ പാടില്ല. സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് രേഖാമൂലം കത്ത് കൊടുത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾക്കകത്ത് വന്നിട്ടുള്ള കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ദേവസ്വം ബോർഡ് കത്ത് മുഖാന്തരം. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ യഥാവിധി ഇതിനെ സംബന്ധിച്ച് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതി ഇതിനകത്തുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസറെ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുൻപേ തന്നെ നമ്മൾ വിധി പ്രസ്താവിക്കാൻ പാടില്ല എന്നൊരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ തൂക്കത്തെ സംബന്ധിച്ച് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ അതെനിക്ക് കൂടെ ബൈൻഡിങ് ആണ് എന്നുള്ളത് കൊണ്ട്, മുഴുവൻ ആളുകൾക്കും ബൈൻഡിങ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ചൊരു മുൻവിധി ഇക്കാര്യത്തിൽ പറയുന്നത് തെറ്റാണ്. ഇവിടെ ദ്വാരപാലക ശില്പത്തിനെ അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ആ കൊണ്ടുപോകുന്നതിൽ സാങ്കേതികമായി എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതിനകത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ കൃത്യമായി, വളരെ മൂർത്തമായി ആ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കൃത്യമായി മൂർത്തമായി ഈ നമ്മുടെ കോടതിയുടെ വിധിയുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് വി ആർ ഷോക്ഡ് ടു നോട്ട് ദാറ്റ് ദ മഹസർ ഈ തിരിച്ചു വരുന്ന ദിവസം 29/8/2019 ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 38.258 കിലോയാണ്. അതിൽ 4.541 കിലോഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. അതിലാകെ സംശയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ക്ലാഡിംഗ് നടന്നു എന്നുള്ളതാണ്. ഇത് ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതിൽ ഡീറ്റെയിൽ എൻക്വയറി വേണ്ടതാണ് അങ്ങ് പറഞ്ഞതുപോലെ. പക്ഷേ അതിൽ ഈ ദേവസ്വം ഒഫീഷ്യൽസ് ഇത് തിരികെ കൊണ്ടുവന്നപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിൽ, അതായത് വിജിലൻസ് അന്വേഷണം നടന്നതിന് ശേഷം പറയാനുള്ള കാര്യങ്ങളല്ല കോടതി ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിധിയുടെ ഭാഗമായി സംശയാതീതമായി കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് വിജിലൻസ് ഓഫീസറെ ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു വാദഗതിക്ക് വേണമെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്വർണ്ണ ചെമ്പ് പാളികൾ കെട്ടിക്കൊണ്ട് വന്നത് കമ്പിയിലാണ്. ആ കമ്പി കൂടെ ചേർത്ത് ഇതിൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വാദഗതിയാണ് പറയുന്നത്. ഇത് എൻ്റെ അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ വാദഗതിയായി ഇവിടെ സമർത്ഥിക്കുകയോ അതിനെ രണ്ടാമത്തെ കാര്യം വാക്സ് അടക്കമുള്ള മറ്റ് പൊടിപടലങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അങ്ങനെ വെയിറ്റിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നമുക്ക് നിജപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മറ്റൊരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത്
എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും ശരി, ഇതിനെ സംബന്ധിച്ച് സമഗ്രമായി ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് വ്യഗ്രത കാണിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അഴിമതി കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പ് കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു മുൻവിധി നമ്മൾ എന്തിനാണ് മുന്നോട്ട് വെക്കുന്നത്? അങ്ങനെ മുൻവിധി ഉണ്ടോ എന്ന് അങ്ങ് വൃഥാ ഭയക്കുന്നതാണ് എന്ന് എനിക്ക് പറഞ്ഞു പോകേണ്ടി വരും സുരേഷ് കുമാർ. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ കൃത്യമായുള്ളത് എന്താണ്? അതിൽ കുറവ് വന്നിട്ടുണ്ട്, അതിൽ ഉത്തരവാദിത്ത രാഹിത്യം ഉണ്ടായിട്ടുണ്ട്, അതിൽ അന്വേഷണമില്ലായ്മ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് ചോദിക്കുന്നത് 2019 ഈ സംഭവം എന്നുള്ളതുകൊണ്ട് അത് കയറ് കെട്ടിയതിന്റെ ആണോ, അത് കമ്പി കെട്ടിയതിന്റെ ആണോ, അതിനുള്ളിൽ വാക്സ് ഉള്ളത് കൊണ്ടാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതും അത് പോകുമ്പോഴും വരുമ്പോഴും കൃത്യമായി അങ്ങനെ കണക്കെടുത്ത് വെക്കേണ്ടതും തൂക്കി നോക്കേണ്ടതും ഇനി മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് 2019 ശേഷം ഇന്ന് 2025 കേട്ടോ, ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട താരതമ്യം നടത്തി പരിഹരിക്കേണ്ടതും എന്തുകൊണ്ടാണെന്നത് രേഖപ്പെടുത്തി വെക്കേണ്ടതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ശേഷം അഴിമതി നടന്നിട്ടുണ്ടോ, അതിൽ കൈയിട്ട് വരലുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ കോടതി നമ്മുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്.